40 വയസ്സിന് ശേഷം നമ്മുടെ പല ആളുകളും പറയുന്നൊരു പ്രശ്നമാണ് മുട്ടിന് ഭയങ്കര വേദന, സ്റ്റെപ്പ് കയറുമ്പോൾ വേദന, അല്ലെങ്കിൽ നടുവേദന, ഊരവേദന, അല്ലെങ്കിൽ കൈകാലുകൾക്കൊക്കെ വേദന, കടച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രയാസങ്ങളും പല രോഗികളും പറയാറുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുട്ടു തേയ്മാനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ ചീഫ് കൺസൾട്ടൻ്റാണ്. ഇപ്പോൾ സാധാരണ മുട്ടുവേദന എന്ന് പറയുമ്പോൾ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, സാധാരണ വാദത്തിൻ്റെ ഒരു പ്രയാസം മൂലവും നമുക്ക് മുട്ടുവേദന ഉണ്ടാവാം. അതുപോലെ നമുക്ക് എല്ല് തേയ്മാനം മൂലവും മുട്ടുവേദന ഉണ്ടാവും. സാധാരണ വാദമുള്ള ആളുകളിൽ മോർണിംഗിൽ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര സ്റ്റിഫ്നെസ് ആയിരിക്കും. അവരുടെ എണീറ്റ് വരുമ്പോൾ തന്നെ കാല് അനക്കാൻ പറ്റാത്ത അവസ്ഥ, ഭയങ്കര നീരുണ്ടാവും, ഭയങ്കര സ്റ്റിഫായിരിക്കും. പിന്നെ കുറച്ചൊന്ന് മൂവ് ചെയ്ത് വരുമ്പോഴായിരിക്കും അവർക്ക് വേദനകൾ വരിക. സാധാരണ ഒരു യൂണിലാറ്ററൽ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും അത്തരം വേദനകൾ സാധാരണ വാദമുള്ള ആളുകളിൽ കാണാറ്. ഒന്നുമില്ലെങ്കിൽ വലത് മുട്ടിനോ അല്ലെങ്കിൽ ഇടത് മുട്ടിനോ, രണ്ടിനും ഒരുമിച്ച് വരുന്നത് സാധാരണ കുറവായിട്ടാണ് കാണാറ്. പിന്നെ പക്ഷേ തേയ്മാനത്തിൻ്റെതാണെങ്കിൽ സാധാരണ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്ത് എണീക്കുമ്പോൾ നമുക്ക് ആശ്വാസമായിരിക്കും. രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോൾ നമുക്ക് ആശ്വാസമായിരിക്കും. പിന്നെ നമ്മൾ നടന്ന് തുടങ്ങുമ്പോഴേക്ക് ഈ വേദനകൾ കൂടും എന്നുള്ളതാണ് ആദ്യമായിട്ട് പ്രിലിമിനറായിട്ട് നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുറച്ചൊക്കെ നടന്ന് തുടങ്ങും തോറും വേദനകൾ കൂടും. മുട്ടിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കിരികിരിപ്പ് പോലെ, നമ്മൾ മുട്ട് മടക്കുമ്പോഴൊക്കെ ചെറിയ കിരികിരിപ്പുള്ള പോലത്തെ ശബ്ദം ചിലപ്പം തേയ്മാനുള്ള ആളുകളിൽ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സാധാരണ നമുക്കൊരു പ്രായമാകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ട് കൂടാനുള്ളൊരു സാഹചര്യം പ്രായം കൂടുന്തോറും വരാറുണ്ട്. അപ്പോൾ അത് പൊതുവെ ഇത്തരം തേയ്മാനങ്ങൾ കൂട്ടാനും അതുപോലെ തന്നെ ഇത്തരം വാദത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂട്ടാനും ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാനുള്ള സാഹചര്യം, ഡയബറ്റീസൊക്കെ ഉള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, ഇത്തരം അസുഖങ്ങളൊക്കെ കൂട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. പിന്നീട് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, വിറ്റാമിൻ ഡിയുടെ കുറവ്, അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ കുറവ്. നമ്മൾ പ്രായമാവും തോറും നമ്മുടെ ശരീരത്തിലെ എല്ലുകളിൽ നിന്ന് കാൽഷ്യം ബ്ലഡിലേക്ക് ഇറങ്ങുകയും എല്ലിൻ്റെ കനം കുറയാനും അല്ലെങ്കിൽ ഇതിൻ്റെ കെട്ടി കുറയാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് വിയർ ആൻഡ് ടിയർ പോലെ തന്നെ നമ്മൾ കൂടുതൽ നടക്കുന്നത്, ഇരിക്കുന്നത്, സ്റ്റെപ്പ് കയറുന്നത്, കൂടുതൽ എക്സേർട്ട് ചെയ്യുന്നതൊക്കെ ഇത്തരം എല്ലുകളുടെ ബലക്കുറവ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും കുറേ മരുന്നുകൾ കഴിച്ചിട്ട് വേദന സംഹാരികളും കാര്യങ്ങളും കഴിക്കുക എന്നുള്ളതല്ല. ഈ തേയ്മാനത്തെ പിടിച്ചു നിർത്താൻ കൃത്യമായിട്ട് നമ്മുടെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് വ്യായാമ മുറകൾ നമ്മൾ കൃത്യമായിട്ട് പരിശീലിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ സമയത്ത് നമുക്ക് ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ്, അതുപോലെ നീർക്കെട്ട്, ഇൻഫെക്ഷൻസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതിൽ നമ്മൾ കഴിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടൊരു ഭക്ഷണമാണ് നമ്മുടെ മത്തി എന്ന് പറയുന്ന മീൻ. ഈ മത്തി വളരെയധികം എഫക്റ്റീവാണ് ഇത്തരം നമ്മുടെ ഒമേഗ 3 ഫാറ്റി ആസിഡ് കിട്ടാൻ, അതുപോലെ വൈറ്റമിൻ ഡി കിട്ടാൻ, അതുപോലെ കാൽഷ്യം കിട്ടാനൊക്കെ മത്തി, അതുപോലെ ചെറിയ മീനുകൾ, ചെറിയ മത്സ്യങ്ങളൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണമാണ്. പിന്നീട് നമുക്ക് വൈറ്റമിൻ ഡിയുള്ള പാല് നമുക്ക് ഉപയോഗിക്കാം. മുട്ട വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് മുട്ടയുടെ മഞ്ഞയും മുട്ടയുടെ വെള്ളയൊക്കെ, ഇനി ഡെയിലി മുട്ടയുടെ വെള്ളക്കരു കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതും ഒരു പരിധിവരെ നമ്മുടെ കാൽഷ്യത്തിൻ്റെ കുറവിനെ നമുക്ക് പരിഹരിക്കാനും, സ്ഥിരമായിട്ട് സപ്ലിമെൻറ്റുകളും കാൽഷ്യം ടാബ്ലറ്റുകളും എടുക്കുന്നതിന് പകരം സ്ഥിരമായിട്ട് നമ്മുടെ മുട്ടയൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ മുട്ടിൻ്റെ വേദനകളെ, നീർക്കെട്ടിനെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ സീഡുകൾ, ഇപ്പോൾ ഫ്ലാക്സ് സീഡുകൾ, അതുപോലെ നമ്മുടെ മത്തൻ കുരു, ഇത്തരം വൈറ്റമിൻസ്, മഗ്നീഷ്യം, കാൽഷ്യം ഒക്കെ കിട്ടാൻ വളരെ നല്ല സോഴ്സാണ്. ഇത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ നട്ട്സ് ഐറ്റംസ്, നമ്മുടെ കാഷ്യൂ നട്ട്, അതുപോലെ ബദാം പോലെയുള്ള നട്ട്സ് ഐറ്റംസൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് ബദാമൊക്കെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് ഒന്ന് പൊതിർന്നതിന് ശേഷം തലേന്ന് ഇട്ട് വെച്ച് പിറ്റേന്ന് രാവിലെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുക, അല്ലെങ്കിൽ അരച്ച് പാലിലൊക്കെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ മുട്ടുവേദനയൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് കുറക്കുന്നത് കാണാറുണ്ട്. പിന്നീട് വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് ഈ പൈനാപ്പിളൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് കാണാം. ഈ മുട്ടുവേദനയിലെ ആളുകളിൽ പൈനാപ്പിളൊക്കെ ജ്യൂസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ പൈനാപ്പിൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പപ്പായൊക്കെ ഉപയോഗിക്കുന്നത് അവരുടെ നീർക്കെട്ട് അഥവാ മുട്ടിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറക്കാനും നീർക്കെട്ട് കുറക്കാനും വളരെ അധികം അവർക്ക് ഉപയോഗം കാണാറുണ്ട്. അപ്പോൾ അത് പല രോഗികളിൽ നമ്മൾ അങ്ങനെ പറഞ്ഞത്, ഷുഗറൊന്നും ഇല്ലെങ്കിൽ അവർക്കത് ഉപയോഗിച്ചിട്ട് ഫലം കാണാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് മുട്ടുവേദനയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇലക്കറികൾ, ലീഫി വെജിറ്റബിൾസ്, ചീര, മുരിങ്ങ പോലെയുള്ള ഇലക്കറികൾ വളരെയധികം എഫക്റ്റീവായിട്ട് വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, കാൽഷ്യം ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഒരു സൂപ്പർ ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുരിങ്ങയിലയാണ്.
മുരിങ്ങയിലേക്ക് മുട്ടുവേദനയ്ക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. പല ആളുകളും നമ്മുടെ മുരിങ്ങയിലേക്ക് ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് മുട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മുട്ടിൽ കിഴി പിടിക്കുന്നതൊക്കെ കാണാറുണ്ട്. അതും പലപ്പോഴും അതിൻ്റെ നീരൊക്കെ കുറയാനും മുട്ടുവേദന കുറയാനും, അല്ലെങ്കിൽ നമ്മുടെ ഇലയിട്ടിട്ട് ചെറിയ ചൂടിൽ കെട്ടി വെക്കുന്ന കാണാറുണ്ട്. മുട്ടിന് ചുറ്റും കെട്ടി വെക്കുന്നതൊക്കെ പലപ്പോഴും ആ നീര് കെട്ട് പോകാനും, അതുപോലെ ചോപ്പൊക്കെ ഉണ്ടെങ്കിൽ മുട്ടിലൊക്കെ നമുക്ക് നീർക്കെട്ട് വന്നിട്ട് ചോപ്പൊക്കെ കളർ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയാനും ഇത്തരം മുരിങ്ങയുടെ ഉപയോഗം എക്സ്റ്റേണലി നമുക്ക് ഉപയോഗിക്കുന്ന കാണാറുണ്ട്. ഇൻറ്റേർണലിയും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ഒന്നാണ് നമ്മുടെ എള്ള് എന്ന് പറയുന്നത്. റിച്ച് സോഴ്സ് ഓഫ് അയണും മഗ്നീഷ്യം കാൽഷ്യം ഒക്കെ ഉള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് എള്ള് എന്നുള്ളത്. നമ്മുടെ എല്ലിൻ്റെയൊക്കെ പാടകൾക്ക്, ലിഗമെൻസിന്, ടെൻഡൻസിനൊക്കെ ടിയർ ഉണ്ടെങ്കിലും അതുപോലെയുള്ള നീർക്കെട്ടുണ്ടെങ്കിലൊക്കെ അതിനൊക്കെ കുറക്കാൻ നമുക്ക് എള്ളിൻ്റെ ഉപയോഗം വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത് 40 വയസ്സിന് മുകളിലുള്ള ആളുകളിലൊക്കെ പൊതുവെ തേയ്മാനം വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ ആ സാഹചര്യം നമ്മൾ കൂടുതൽ എക്സേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുക. പിന്നീട് റെഗുലറായിട്ടുള്ള വ്യായാമ മുറകൾ ശീലിക്കുക. പിന്നീട് സാധാരണ ഈ തേയ്മാനം ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ആളുകളാണ് ഒബിസിറ്റി ഉള്ള ആളുകൾ, അമിത വണ്ണമുള്ള ആളുകൾ. അപ്പോൾ അവർ വണ്ണം കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റുകളും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും അവർ ചെയ്യുക. ഇത്തരം വിഷയങ്ങളുമായിട്ട് ഈ എല്ല് തേയ്മാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കഴിക്കേണ്ട കാര്യങ്ങളും ഭക്ഷണങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ താഴെ ഇതിൽ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ താഴെ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇത്തരം തേയ്മാനങ്ങളിലുള്ള ഹോമിയോപ്പതി ചികിത്സയിൽ ഹോമിയോപ്പതി ലഘുവായിട്ടുള്ള ഔഷധങ്ങൾ മൂലം നമുക്ക് ഇതിൻ്റെ വേദന കുറക്കാൻ, തേയ്മാനം പിടിച്ചു നിർത്താൻ, അതിൻ്റെ വേദനയും അതുപോലെയുള്ള സ്ട്രക്ചറൽ ഡാമേജ് കൂടുതലാവുന്നത് തടയാൻ, അതുപോലെ നമ്മുടെ ടെൻഡൻസിനും ലിഗമെൻസിനൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ, ഇൻഫ്ലമേഷൻസിനൊക്കെ ഒട്ടനവധി ഹോമിയോപ്പതി മെഡിസിൻസ് ഉണ്ട്. ആർണിക്ക, റൂട്ട, സിംഫൈറ്റം പോലത്തെ പല മരുന്നുകളും പല കോമ്പിനേഷൻസിലും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പെയിൻ കില്ലറുകളില്ല, നമുക്ക് വേദന സംഹാരികൾ ഇങ്ങനെ നിരന്തരം കഴിക്കാതെ തന്നെ ഇതിൻ്റെ വേദനയെ മാനേജ് ചെയ്യും, നീർക്കെട്ടിനെയൊക്കെ മാനേജ് ചെയ്യാനും നമ്മുടെ യഥാർത്ഥ രീതിയിൽ നമുക്കൊരു മറ്റൊരാളുടെ പരസഹായമില്ലാതെ തന്നെ നമുക്ക് നടക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോകാൻ, പ്രത്യേകിച്ച് ഒരു പ്രായമായ ആളുകളിലൊക്കെ ഉണ്ടാകുന്ന തേയ്മാനത്തെ വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ ഹോമിയോപ്പതി ഔഷധങ്ങൾക്ക് കഴിയാറുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. താങ്ക് യു. നന്ദി, നമസ്കാരം.